നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീന പരാജയപ്പെട്ടതിന് പിന്നാലെ മിക്സഡ് സോണിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ലയണൽ സ്കലോനി താൻ അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഡിസംബറിന് ശേഷം പടിയിറങ്ങിയേക്കും എന്നൊരു സൂചനയിലാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിബിൾ ഡിപ്പാർച്ചറിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്? അതിൻ്റെ പുറകിലെ കാരണം എന്താണ്? ഓൾറെഡി വൻ സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ്, എന്നിട്ട് ഒരു ഫൈനൽ തോറ്റു. ശരി, ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം ഫൈനൽ തോൽക്കുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണ്? അത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ എക്സ്പേർട്ടുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖത്തർ പോലെയല്ല ഇത്. ഖത്തർ വേൾഡ് കപ്പിലുണ്ടായിരുന്ന ടീം അത് ഒരു കമ്പാരിറ്റീവ്ലി യങ് ടീമാണ്. ആ ഒരു സ്ക്വാഡിനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ 4 വർഷം കൂടി കഴിയുമ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് റീസെറ്റ് അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ടു കണ്ടിന്യൂ എ ലോട്ട് ഓഫ് തിങ്സ് ആർ നീഡഡ് എന്ന് അദ്ദേഹം മത്സരത്തിന് ശേഷം പറയുകയുണ്ടായി. എസ്പെഷ്യലി ടു റീസെറ്റ്. അതാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് പേരെ ഇനി മാറ്റി അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. ടു ഫോം എ ഗ്രൂപ്പ് ലൈക്ക് ദിസ് അഗെയിൻ വിച്ച് വിൽ ഹാർഡ്ലി എവർ ബി ഫോംഡ് അഗെയിൻ ആൻഡ് ഇറ്റ്സ് ഹേർട്സ് മീ ഡീപ്ലി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലൊരു ടീം ഇനി വീണ്ടും ഉണ്ടാക്കിയെടുക്കുക അതൊരുപാട് പണിയുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയില്ല. അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായിട്ട് ലയണൽ സ്കലോനി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഈ ടീമിൽ പല താരങ്ങളും പടിയിറങ്ങിയാണ്. മെസ്സി എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല, ഓട്ടോമെൻ്റി ഉണ്ടാവില്ല. അങ്ങനെ കുറേ താരങ്ങൾ 30 വയസ്സിന് മുകളിലുള്ളവരാകാൻ പോവുകയാണ് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിലൊരു റീസെറ്റ് ആവശ്യമാണ്. വീണ്ടും ഇതുപോലെ ഒന്ന് ഫോം ചെയ്തെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. 48-കാരനായിട്ടുള്ള കോച്ച് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പടിയിറക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം 2023 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരം 2023 നവംബറിൽ ബ്രസീലിനെതിരെ നല്ലൊരു വിജയിച്ചതിന് തൊട്ട് പിന്നാലെ കോച്ച് പറഞ്ഞത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, തുടരണമോ വേണ്ടയോ എന്നുള്ളത്. ഇതൊരു ഗുഡ് ബൈയോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഒരുപാടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ താരങ്ങൾ അവരുടെ എല്ലാം കൊടുത്ത് കളിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ബാർ വളരെ ഹൈ ആണ്. നമ്മുടെ ആ ഒരു ലെവലൊക്കെ ഇനിയും ഒരുപാട് ഉയർത്തേണ്ടതുണ്ട് എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പം അവിടെയും അദ്ദേഹം ആ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം 2026 ഡിസംബർ വരെ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു. ഇപ്പോൾ 2026 ഡിസംബറോടുകൂടി കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ കോച്ച് അവിടെ നിന്ന് പടിയിറങ്ങാനുള്ള നല്ല സാധ്യത കാണുന്നു എന്നാണ് TYC സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നത്. സിറ്റുവേഷൻ വളരെ വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചസിന് സാധ്യതയുണ്ട്. സോ സ്കലോനിയെ സംബന്ധിച്ചിടത്തോളം താൻ വളർത്തിയെടുത്തൊരു ഗ്രൂപ്പ് അതങ്ങ് പിരിയുകയാണ് വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലൊക്കെ ആയിട്ട്. പിന്നെ വീണ്ടും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം കൂടി എവിടെയുണ്ട്. എപ്പോഴും സ്കലോനി അങ്ങനെയാണ്, ഇമോഷണലി വലിയ രൂപത്തിൽ അറ്റാച്ച്ഡാണ് താരങ്ങളോടൊക്കെ. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിട്ടുപോകുമ്പോൾ അത് അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് അദ്ദേഹം ഈ ഒരു പോസിബിൾ ഡിപ്പാർച്ചറിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം. കോച്ച് സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത അദ്ദേഹം തുറന്നിടാനുള്ള കാരണം അതാണ് എന്ന് TYC സ്പോർട്സ് വിശകലനം ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.